നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഒറ്റപ്പാലം പനമണയിലെ ഇത്തിയൻ മല സംരക്ഷണവുമായി ജനകീയ സമിതി. സംരക്ഷണത്തിന്റെ ഭാഗമായി സമിതിയുടെ നേതൃത്വത്തിൽ പനമണയിൽ പ്രതിരോധ സംഗമം. ക്വാറി പ്രവർത്തനത്തിനെതിരെ ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് സമിതി ഭാരവാഹികൾ. ക്വാറി പ്രവർത്തനം മൂലം പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതിന് പുറമെ സമീപത്തെ 2 സ്കൂളുകളെയും ബാധിക്കുമെന്നും ജനകീയ സമിതി. ഷൊർണൂർ നഗരസഭയിൽ പ്രഥമ കൗൺസിൽ യോഗം ചേർന്നു. 2 സപ്ലിമെന്ററി അജണ്ടകൾ ഉൾപ്പെടെ 31 അജണ്ടകൾ കൗൺസിൽ യോഗം പാസാക്കി. പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത് പകൽ വീട് പദ്ധതി നടപ്പിലാക്കുക, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുക, അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ. കണയത്തെ കോറി വിഷയത്തിൽ പ്രമേയം പാസാക്കണമെന്ന ആവശ്യവുമായി കൗൺസിലർ സിനി മനോജ്. കൂടുതൽ പരാതികൾ കിട്ടുന്ന മുറയ്ക്ക് പരിശോധിച്ച ശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ. തച്ചമ്പാറ മാച്ചാന്തോട് ചെന്തണ്ടയിൽ നാട്ടുകാരെ വെറുപ്പിച്ച പുലി കുടുങ്ങി. കാളക്കുട്ടിയെ പുലി ആക്രമിച്ചതിന് പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ. പുലി കുടുങ്ങിയത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച കൂട്ടിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻമല സംരക്ഷണത്തിന്റെ ഭാഗമായി പനമണ്ണയിൽ ജനകീയ സമിതി പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. ക്വാറിക്കെതിരെ ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ക്വാറി പ്രവർത്തനം പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നതിന് പുറമെ പ്രദേശത്തെ 2 സ്കൂളുകളെയും ബാധിക്കുന്നുണ്ടെന്നും സമരസമിതി ആരോപിച്ചു. ജനവാസ മേഖലയിൽ ക്വാറിക്ക് അനുമതി നൽകിയതിനെതിരെ ക്വാറിയുടെ പ്രവർത്തനം നേരിട്ട് ബാധിക്കുന്ന പ്രദേശത്തെ 4 വാർഡുകളിലെ ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ജനകീയമായും നിയമപരമായും നേരിടുന്നതിന് നഗരസഭാ കൗൺസിലർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള ജനകീയ സമിതിക്ക് രൂപം നൽകിയിരുന്നു. ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. നഗരസഭയിലെ പനമണ്ണ, വട്ടനാൽ, വായനശാല, വീട്ടാമ്പാറ വാർഡുകളിലെയും ആനങ്ങരടി പഞ്ചായത്ത് അമ്പലവട്ടം വാർഡിലെയും 100 കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും ഭീഷണിയാണെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. പ്രദേശത്തെ 2 സ്കൂളുകളിൽ പഠിക്കുന്ന 400-ലേറെ വിദ്യാർത്ഥികൾക്കും ക്വാറി ഭീഷണിയാണ്. ഞങ്ങൾ സാധാരണ മനുഷ്യര് ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പെടുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ പെടുന്നവരുമായ ആളുകളാണ് താമസിക്കപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ജനങ്ങൾ അവിടുന്ന് പേടിച്ച് നിൽക്കുന്ന, കുടിയൊഴിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചെറിയ സമരം നാളെ വലിയ സമരത്തിലേക്കും, ഈ പ്രതിഷേധം ചിലപ്പോൾ നിങ്ങളൊക്കെ വ്യക്തിപരമായി വീട്ടിലേക്കും ഞങ്ങൾ നടത്തും എന്നുള്ള സംശയം വേണ്ട. 37-ാം വാർഡ് കൗൺസിലറായ അർച്ചന സജിത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 38-ാം വാർഡ് കൗൺസിലറും കൺവീനറുമായ R. ഷിബു സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ K. അബ്ദുൽ നാസർ, പനമണ്ണ വായനശാല പ്രസിഡന്റ് സതീഷ് കുമാർ, 32-ാം വാർഡ് കൗൺസിലർ സ്വരൂപ്, SR പ്രകാശ്, ബാലചന്ദ്രൻ, IM സതീശൻ, മുൻ കൗൺസിലർ സജിത്, അനങ്ങരടി പഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പർ പ്രദീപ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം പരമേശ്വരൻ, വാർഡ് കൗൺസിലർ KB ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിദാസൻ AP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മുനിസിപ്പാലിറ്റി പ്രഥമ കൗൺസിൽ യോഗം ശനിയാഴ്ച ചേർന്നു. 2 സപ്ലിമെന്ററി അജണ്ടകൾ ഉൾപ്പെടെ 31 അജണ്ടകളും കൗൺസിൽ യോഗം പാസാക്കി. പകൽ വീട് പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുക, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുക, അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം പ്രധാനമായും ചർച്ച ചെയ്തു. ശനിയാഴ്ച ചെയർപേഴ്സൺ P. നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു കൗൺസിൽ യോഗം. 2 സപ്ലിമെന്ററി അജണ്ടകൾ ഉൾപ്പെടെ ആകെ 31 അജണ്ടകളും കൗൺസിൽ യോഗത്തിൽ പാസാക്കി. അജണ്ടയിലെ ചില വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയ്ക്ക് വന്നു. അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളെ നിയമിക്കുന്നതിൽ സുതാര്യത വേണമെന്ന് കോൺഗ്രസിലെ K. കൃഷ്ണകുമാറും BJPയിലെ EP നന്ദകുമാറും ആവശ്യമുന്നയിച്ചു. അതേസമയം എല്ലാ വിഷയങ്ങളും സുതാര്യമാണെന്ന് വൈസ് ചെയർമാൻ അനുരാജ് ചൂണ്ടിക്കാട്ടി. ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനമുണ്ടാകുമെന്ന് ചെയർപേഴ്സണും മറുപടി പറഞ്ഞു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ പണിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വന്ധീകരണവുമായി ബന്ധപ്പെട്ട് മോണിറ്ററിംഗ് കൃത്യമായി നടപ്പാക്കണമെന്നും ഗൗരവമായ വിഷയമായി ഇതിനെ കാണണമെന്നും കൗൺസിലർ K. കൃഷ്ണകുമാർ യോഗത്തിൽ പറഞ്ഞു. ഷെൽട്ടറിന്റെ കാര്യത്തിൽ നമ്മൾ അടിയന്തരമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ പദ്ധതിയിലും ഈ വന്ധീകരണത്തിനായി നമ്മൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ വന്ധീകരണ പ്രക്രിയ ഇത് അടയ്ക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ കൗൺസിലൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇന്ന് കാര്യക്ഷമമായി നടക്കുന്നില്ല. അത് കൃത്യമായി നടക്കാനുള്ള ഒരു മോണിറ്ററിംഗും സംവിധാനവും ഇന്ന് അവരുടെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ഷെൽട്ടർ നിർമ്മിക്കണമെന്ന് EP നന്ദകുമാറും ആവശ്യമുന്നയിച്ചു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ആദ്യം ഒരു ഷെൽട്ടർ
നിർമ്മിക്കാനുള്ള നടപടിയുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്ന് സെക്രട്ടറിയും മറുപടി അറിയിച്ചു. മിനി MCFകൾ മാറ്റി സ്ഥാപിക്കുന്ന വിഷയവും ചർച്ചയ്ക്ക് വന്നു. നിവാസികളുടെ പരാതി ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടണമെന്ന് EP നന്ദകുമാർ ആവശ്യമുന്നയിച്ചു. പകൽ വീടിന്റെ സ്ഥിതി എന്തായെന്നും അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നും VK ശ്രീകൃഷ്ണൻ ചോദിച്ചു. ആ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്നും ഉടൻ ആലോചിച്ച് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സണും സെക്രട്ടറിയും മറുപടി നൽകി. വയോജന വാർഡ് സഭാ യോഗം അടുത്തു തന്നെ ചേരാനും തീരുമാനിച്ചു. 2ാം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി കെട്ടിടത്തിലാണ് വയോമിത്രം കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും നിലവിലിപ്പോൾ ഈ കെട്ടിടം 3ാം വാർഡിലായെന്നും ശോചനീയാവസ്ഥയിലാണെന്നും കൗൺസിലർ സിനി മനോജ് സൂചിപ്പിച്ചു. കെട്ടിടം AE പരിശോധിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാമെന്ന് ചെയർപേഴ്സണും മറുപടി നൽകി. വർഷക്കാലത്തുണ്ടാകുന്ന ആഫ്രിക്കൻ ഒച്ച് വിഷയവും സിനി മനോജ് ഉന്നയിച്ചു. ഇവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് നീക്കിവെക്കുമെന്ന് ചെയർപേഴ്സണും മറുപടി നൽകി. മണ്ണാരമ്പാറ റോഡ് വിഷയം ഗൗരവത്തോടെ കാണണമെന്നും സിനി മനോജ് ആവശ്യപ്പെട്ടു. AE പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് ചെയർപേഴ്സൺ മറുപടി നൽകി. പലയിടങ്ങളിലും ഡ്രൈനേജ് വിഷയമുണ്ട്. ഇതിനായി പുതിയ പ്രൊജക്റ്റ് വെക്കണമെന്ന് K കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. AE പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ മറുപടി നൽകി. കണയത്തെ കോറി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. കൂടുതൽ പരാതികൾ കിട്ടുന്ന മുറയ്ക്ക് AE പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്ന് ചെയർപേഴ്സണും മറുപടി നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തച്ചാമ്പാറ മച്ചാന്തോട് ചന്തണ്ടയിൽ നാട്ടുകാരെ വിറപ്പിച്ച പുലി കുടുങ്ങി. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു കാളക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒടുവിൽ പുലി കുടുങ്ങിയത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. റെയിൽവേ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ചൂളം വിളിച്ചെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 6:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിന് വാദ്യമേളത്തിൻ്റെയും പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടുകൂടി ഊഷ്മളമായ സ്വീകരണം. വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത പുതിയ ട്രെയിനാണ് നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ്. ADRM ജയകൃഷ്ണൻ അടക്കമുള്ള റെയിൽവേ ഉദ്യോഗസ്ഥരും ജീവനക്കാരും BJP കൗൺസിലർ EP നന്ദകുമാർ അടക്കമുള്ളവരും സന്നിധരായിരുന്നു. വനിതാ ലോക്കോ പൈലറ്റുമാരെ EP നന്ദകുമാർ, MP സതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പൊന്നാടയണിച്ച് അഭിനന്ദിച്ചു. പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഊഷ്മളമായ സ്വീകരണത്തിന് ശേഷം പിന്നീട് അമൃത് ഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്നും യാത്ര തിരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി മാരാത്ത് കുന്ന് ഭാഗത്ത് ട്രെയിനിൽ നിന്നും വീണ നിലയിൽ യുവാവിനെ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശിയായ വികാസ് സിംഗ് ആണ് അപകടത്തിൽപ്പെട്ടത്. വീഴ്ചയിൽ യുവാവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൻ്റെ സഹായത്തോടെ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആലുവയിൽ നിന്നും ഇൻഡോറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു വികാസ് സിംഗ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഷൊർണൂർ ഏരിയ 34ാം വാർഷിക സമ്മേളനം ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. KSSPU ഷൊർണൂർ ഏരിയ വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് ചേർന്നു. ഏരിയ പ്രസിഡന്റ് TM സരസ്വതി പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവരുടെ അവിടുത്തെ അറിവുകളും അവരുടെ പരിചയവും അനുഭവ സമ്പത്തുമെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടുപോയി. ഒരു ഈ കുറച്ചു കാലത്തോളം സംഘടനയിലെ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്ന് അംഗങ്ങൾ പരാതി ഉണ്ടെങ്കിലല്ല ഉണ്ട്. പക്ഷെ മറിച്ച് കിട്ടിയ കാലഘട്ടങ്ങൾ മറന്നുപോകരുത്.
ഞാൻ പലപ്പോഴും പറയാറുള്ളത് നമ്മൾ വന്ന വഴി മറന്നു പോകരുത് എന്ന്. 2017 ഓഖിയുടെ കാലമായിരുന്നു. 2018-19 പ്രളയം, 2020-21 കാലഘട്ടങ്ങളിൽ COVID-19 കാലഘട്ടങ്ങളായിരുന്നു. ഏരിയ പ്രസിഡന്റ് TM സരസ്വതി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ VK രാമചന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, ES കൃഷ്ണൻ, പ്രൊഫസർ EG പൗലോസ്, CN ഭവദാസനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. CV മോഹൻദാസ് അനുസ്മരണം നടത്തി. സെക്രട്ടറി KO ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അശോക് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. P ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. VK ശ്രീരാമചന്ദ്രൻ പ്രസിഡന്റായും NP രാജനാരായണൻ, CV മോഹൻദാസ്, PV സരോജിനി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും KO ജോസഫ് സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. P രാജാമണി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാരണാസി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെ വാർഷികോത്സവ പരിപാടികൾക്ക് ഞായറാഴ്ച തുടക്കമാകും. 2 ദിവസങ്ങളായാണ് വാർഷികോത്സവ പരിപാടികൾ. 25-ന് രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. ഒരു നാടിനെയാകെ മാത്രമല്ല അതിന് അപ്പുറത്തേക്കും ഏറെ പ്രശംസയും അഭിമാനവുമാണ് ഈ കാണുന്ന വാരണാകുറിശ്ശിയിലെ ആരബി പ്രസ്ഥാനം. ഈ കാലമത്രയും ആരബിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്ക വിധമാണ്. ഇന്ന് നാടിന് അഭിമാനമായി പുതുമയോടെ ഉയർന്നു നിൽക്കുന്ന ഈ ആരബി കലാസമിതി ഗ്രന്ഥശാല വാർഷികോത്സവ നിറവിലാണ്. പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക മേഖലകളിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആരബി അതിൻ്റെ 52ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഗ്രന്ഥശാലയുടെ 32ാം വാർഷികവും നടക്കുന്നു. 1974 കലാമേഖലകളിൽ വേദി കണ്ടെത്തുക എന്ന നിലയിൽ തുടങ്ങിയ ഗ്രാമീണ നന്മയുള്ള ഈ പ്രസ്ഥാനം 52 വർഷങ്ങൾ പിന്നിടുമ്പോൾ ജീവകാരുണ്യം, വിദ്യാഭ്യാസം, ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ, വനിതാവേദി, ബാലവേദി, കളിസ്ഥലം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഗ്രന്ഥശാല പ്രവർത്തന മികവിൻ്റെ അംഗീകാരമായി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയും ആരബി പ്രവർത്തന ഫണ്ടും ഉപയോഗിച്ച് ഗ്രന്ഥശാല കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ പണി പൂർത്തിയാക്കി ഈ വാർഷിക വേളയിൽ നാടിന് സമർപ്പിക്കുകയാണ്. ജനുവരി 25, 26 തീയതികളാണ് ആഘോഷ പരിപാടികൾ. 25-ന് പതാക ഉയർത്തിയോടെ നൃത്തനൃത്യങ്ങൾ, രാത്രി 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ പ്രതിഭകളെ അനുമോദിക്കും. 26-ന് തിങ്കളാഴ്ച രാത്രി ആദരസന്ധ്യ നടക്കും. CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത മേഖലകളുള്ളവരെ ആദരിക്കും. തുടർന്ന് രാത്രി 8 മണിക്ക് നാടകവും അരങ്ങേറുമെന്ന് ആരബി കലാസമിതി സെക്രട്ടറി P രാജേഷ് പറഞ്ഞു. 25-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മുഹമ്മദ് മുഹസിൻ MLA ആണ്. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 11 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ RLV രാമകൃഷ്ണനാണ്. 26-ാം തീയതി നടക്കുന്നത് ആദരസന്ധ്യയാണ്. സമീപ പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരിസരത്തുള്ള എല്ലാ പ്രതിഭകളെയും ആദരിക്കുക. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, കായിക രംഗത്തുള്ള പ്രതിഭകളുണ്ട്, കലാരംഗത്തുള്ള പ്രതിഭകളുണ്ട്. 13,000-ഓളം പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥശാലയിൽ. പട്ടാമ്പി താലൂക്കിൽ തന്നെ A ഗ്രേഡോടുകൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് ആരബി എന്ന് ഗ്രന്ഥശാല സെക്രട്ടറി KV ഹരിദാസൻ പറഞ്ഞു. ഇപ്പോൾ ഗ്രന്ഥശാലയ്ക്ക് ഒരു പുതിയ കെട്ടിടം മുകൾ നില MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പട്ടാമ്പി താലൂക്കിലെ തന്നെ മികച്ച A ഗ്രേഡ് വായനശാലയാണ് നമ്മുടെ ആരബി ഗ്രന്ഥശാല. 13,000-ഓളം പുസ്തകങ്ങളും അതിനനുബന്ധിച്ചുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വായനശാലയാണ് ആരബി. ആരബിയുടെ വളർച്ചയുടെ പടവുകളിൽ നാട് എന്നും ഒപ്പമുണ്ട്. ഇനിയും ഉയർച്ചയോടെ തന്നെ ആരബിയുടെ പ്രവർത്തനം മുന്നേറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കഞ്ചേരിയിൽ നിന്നും കോട്ടായി, മങ്കര, പത്രിപ്പാല വഴി KSRTC ബസ് അനുവദിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഫ തോണിപ്പാടം ആവശ്യപ്പെട്ടു. നിലവിൽ വടക്കഞ്ചേരിയിൽ നിന്ന് പാലക്കാട് വഴി മണ്ണാർക്കാട്ട് പോകണമെങ്കിൽ 3.5 മണിക്കൂറിലധികം സമയമെടുക്കും. പക്ഷേ ഈ റൂട്ടിലൂടെ വടക്കഞ്ചേരി, ആലത്തൂർ, അത്തിപ്പറ്റ, കോട്ടായി, പത്തിരിപ്പാല, കോങ്ങാട് വഴി നല്ല റോഡ് നിലവിലുണ്ട്. അപ്പോൾ ഈ റൂട്ടിലൂടെ ഒരു ബസ് അനുവദിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് എന്തായാലും വടക്കഞ്ചേരി എത്താനും മണ്ണാർക്കാട് എത്താനും കഴിയും. മാത്രമല്ല വടക്കഞ്ചേരിയിലും മണ്ണാർക്കാട്ടും ധാരാളം മലയോര കർഷകർ വസിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആയതിൻ്റെ പേരിൽ
ഇതിലെ ഒരു KSRTC അനുവദിക്കണമെന്നാണ് ജനങ്ങളുടെയും എല്ലാ പൊതുജനങ്ങളുടെയും അഭിപ്രായം. ഇക്കാര്യം ഉന്നയിച്ച് PP സുമോദ് MLAക്ക് നിവേദനം നൽകുമെന്നും അനിഫ തോണിപ്പാടം പറഞ്ഞു. വളുവനാണ്ടി ചരിത്രത്തിൽ കണതൊട്ട് മുളവരെ എന്നറിയപ്പെടുന്ന കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേര പൂരമഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 11-12 തീയതികളായാണ് കാളവേര പൂരമഹോത്സവം സംഘടിപ്പിക്കുക. ക്ഷേത്രത്തിൽ കൂത്ത് വഴിപാടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം കുത്തുദിനത്തിൽ തിരുപ്പൂർ മണി ആൻഡ് ഫാമിലി സമർപ്പിച്ച വഴിപാടിനോടനുബന്ധിച്ച് കണയം ആവണി ഗ്രൂപ്പ് അവതരിപ്പിച്ച ഫ്യൂഷൻ തിരുവാതിരക്കളി, അമ്മ നൃത്തകലാലയത്തിലെ കലാകാരിമാർ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, ഭക്തിഗാനസുധ എന്നിവയുണ്ടായി. ക്ഷേത്രത്തിൽ 21 ദിവസത്തെ രാമായണം കഥ, തോൽപ്പാവക്കൂത്ത്, വിശേഷാൽ പൂജകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടാകും. കണതൊട്ട് മുളവരെ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കണയം കാളവേല പൂരമഹോത്സവം ഫെബ്രുവരി 11-12 തീയതികളിലാണ് നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CCV ചേലക്കര മുൻ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ മാധ്യമപ്രവർത്തകനുമായ റിൻസൺ ചേലക്കരയുടെ നിര്യാണത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേബിൾ TV രംഗത്തെ പ്രമുഖരും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. കേബിൾ TV രംഗത്ത് തന്നെ വളരെ സീനിയറായ, ഞങ്ങളെക്കാളുള്ള സീനിയറായ നല്ലൊരു കുടുംബനാഥനായിരുന്നു. നമുക്കറിയാം, മരണം അതൊരവസ്ഥയാണ്. അതിനെ തടുത്തു നിർത്താൻ ലോകത്താർക്ക് കഴിഞ്ഞതായിട്ടുള്ള ചരിത്രം പറയുന്നില്ല. ചില മരണങ്ങൾ അകാലത്ത് അകാരണമായി വരുന്ന ചില മരണങ്ങൾ ആ വ്യക്തിയെ മാത്രമല്ല, ആ കുടുംബത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ തന്നെ ഇരുട്ടിലാക്കും അത്തരത്തിലൊരു മരണമാണ്. മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CCVയുടെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രമുഖർ അനുസ്മരിച്ചു. മേഖലാ സെക്രട്ടറി മനോജ് KV സ്വാഗതം ആശംസിച്ചു. ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, ടിവാൻ ഹെഡ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് സിജി, വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് വിജയൻ മണ്ണുത്തി, മേഖലാംഗം ആൻഡോ വി മാത്യു, ചെറുതുരുത്തി ഹെഡും MDയുമായ മനോജ് കേച്ചേരി, മേഖലാ സെക്രട്ടറി റജി MR, വടക്കാഞ്ചേരി മേഖലാ അംഗം ബക്കർ, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മഞ്ചേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. പരേതിനോടുള്ള ആദരസൂചകമായി നടന്ന ചടങ്ങിൽ മേഖലയിലെ നിരവധി കേബിൾ ഓപ്പറേറ്റർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ വടംവലി കോച്ച് ടെലിൻ തമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു നല്ല വഴിക്ക് തെളിയിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കും നമ്മുടെ ടീച്ചർമാർക്കും ഉണ്ട്. അതിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചർമാരെ കാണുമ്പോൾ പേടിച്ച് നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടമൊക്കെ മാറി. ടീച്ചർമാരോട് കമൻ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് എത്തി. സോഷ്യൽ മീഡിയ അത്രത്തോളം വളർന്ന് അതിൻ്റെ നല്ല വശവും മോശവശവും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ നല്ല വഴിക്ക് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ 900 പേരോളം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സ്പോർട്സ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത്. പാലക്കാട് ജില്ലയിലെ സ്വകാര്യ സ്കൂളുകളുടെ സംഘടനയായ നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസിന്റെ നേതൃത്വത്തിൽ കോട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് N വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് അഗ്രി കോഓപ്പറേറ്റീവ് റിട്ടയർഡ് പ്രസിഡന്റ് P ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ ഭദ്രദീപം തെളിയിച്ചു. A ചന്ദ്രൻ, ചന്താമരാക്ഷൻ, അലവി കുറുക്കാൽ, സുശീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. സംഘടനാ സെക്രട്ടറി KM രമേഷ് സ്വാഗതവും KS അശ്വതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുതുശ്ശേരി ഏരിയ കൺവെൻഷൻ VSSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു.
അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി വി കലാധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തിങ്കൾ മുതൽ ശനി വരെ നിങ്ങളുടെ സെക്രട്ടറി നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. ഒരു അപേക്ഷ ഏത് ദിവസവും ഏത് നേരത്തും 5 മണി വരെ നിങ്ങൾക്ക് അവിടെ സമർപ്പിക്കാൻ സാവകാശം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് പുറമെ രാത്രി 10 മണി വരെ സംഘടന വരെ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ രാത്രി 10 മണി വരെ എന്നെ വിളിച്ച് ചോദിക്കാനുള്ള പെർമിഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, ഒരു സാധാരണ മെമ്പർ ആയിക്കോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട. AKTA ഏരിയ പ്രസിഡന്റ് കെ മണി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ ഗീത പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം PV ഐസക് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ B ലീലാകുമാരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. K വസന്തകുമാരി, S ശാന്തകുമാരി, V ഉമ, M അറുമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനി മാറ്റലി നോക്കാം. LDF അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് LDF പറയുമ്പോൾ UDF അധികാരത്തിലെത്തിയാൽ ആരാകുമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ ഭയപ്പെടുന്നത്? മാറ്റലിലേക്ക്. LDF ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉയർത്തി കാണിക്കുമ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അത്രയൊരു പ്രവണത ഇല്ല എന്നുള്ളതാണ് ചർച്ച. ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് LDFിൽ ഉയർത്തി കാണിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേറെ ഇല്ലാത്തത് കൊണ്ടാണ് തുടർച്ചയായി 3ാമത്തെ പ്രാവശ്യവും പിണറായി വിജയൻ്റെ പേര് തന്നെ പറയുന്നതെന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്ത് കോൺഗ്രസ് പാർട്ടിയുടെ അതല്ല. പ്രതിപക്ഷ നേതാവ് സതീശുണ്ട്, VD സതീശനുണ്ട്, അതുപോലെ രമേശ് ചെന്നിത്തലയുണ്ട്, K മുരളീധരനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വേണുഗോപാലുണ്ട്, യുവനേതാവായ ഷാഫി പറമ്പിലുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾ മുഖ്യമന്ത്രി പദത്തിന് ഏറ്റെടുക്കാൻ തയ്യാറും കഴിവും തെളിയിച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ മാത്രം മുന്നോട്ട് നിർത്തിക്കൊണ്ട് ഇത്തരം ഈ രീതിയിൽ നമ്മൾ നിയമസഭാ ഇലക്ഷനെ സമീപിക്കില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഈ നിലപാടിനെ നോക്കിക്കാണുന്നത് ഇഷ്ടംപോലെ നേതാക്കളുള്ള പാർട്ടിയാണ് UDF കോൺഗ്രസ് എന്നും നേതാക്കൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് LDF എന്നുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം പനമണയിലെ ഇത്തിയൻ മല സംരക്ഷണവുമായി ജനകീയ സമിതി. സംരക്ഷണത്തിന്റെ ഭാഗമായി സമിതിയുടെ നേതൃത്വത്തിൽ പനമടയിൽ പ്രതിരോധ സംഗമം. ക്വാറി പ്രവർത്തനത്തിനെതിരെ ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് സമിതി ഭാരവാഹികൾ. ക്വാറി പ്രവർത്തനം മൂലം പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നതിന് പുറമെ സമീപത്തെ 2 സ്കൂളുകളെയും ബാധിക്കുമെന്നും ജനകീയ സമിതി. ഷൊർണൂർ നഗരസഭയിൽ പ്രഥമ കൗൺസിൽ യോഗം ചേർന്നു. 2 സപ്ലിമെന്ററി അജണ്ടകൾ ഉൾപ്പെടെ 31 അജണ്ടകൾ കൗൺസിൽ യോഗം പാസാക്കി. പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത് പകൽ വീട് പദ്ധതി നടപ്പിലാക്കുക, തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുക, അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ. കണയത്തെ കോറി വിഷയത്തിൽ പ്രമേയം പാസ്സാക്കണമെന്ന ആവശ്യവുമായി കൗൺസിലർ സിനി മനോജ്. കൂടുതൽ പരാതികൾ കിട്ടുന്ന മുറയ്ക്ക് AE പരിശോധിച്ച ശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ. തച്ചമ്പാറ മാച്ചാന്തോട് ചെന്തണ്ടയിൽ നാട്ടുകാരെ വെറുപ്പിച്ച പുലി കുടുങ്ങി. കാളക്കുട്ടിയെ പുലി ആക്രമിച്ചതിന് പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ. പുലി കുടുങ്ങിയത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വനം വകുപ്പ് അധികൃതർ സ്ഥാപിച്ച കൂട്ടിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.